നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഹെഡ് കോച്ചായിരുന്ന ജുവാൻ ഫെറാൻഡോനെ ഒഴിവാക്കിയ വിവരം അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ATK മോഹൻ ബഗാൻ അവരുടെ പുതിയ ഹെഡ് കോച്ചിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മുൻ ATK മോഹൻ ബഗാൻ്റെ ഹെഡ് കോച്ചായിരുന്ന അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന് പറയുന്ന കോച്ചിനെയായിരുന്നു നിയമിച്ചത്. എന്തായാലും കോച്ചിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്റ്റാറ്റ് തന്നെ നോക്കാം. 96 മത്സരങ്ങളാണ് ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൽ 45 മത്സരങ്ങൾ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 25 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. 26 മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെ തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ISL ചാമ്പ്യൻസായിട്ട് 2 തവണ ഈ കോച്ചിൻ്റെ കീഴിൽ ടീമുകൾ നേടിയിട്ടുണ്ട്. എന്തായാലും അന്റോണിയോ ലോപ്പസ് ഹബാസിൻ്റെ സ്റ്റാറ്റ് ISL നോക്കുകയാണെങ്കിൽ മികച്ച പ്രകടനം തന്നെയാണ് കോച്ചിൻ്റെ കീഴിൽ പല ടീമുകളും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ലോപ്പസിനെ വീണ്ടും തിരികെ മോഹൻ ബഗാൻ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജുവാൻ ഫെറാൻഡോ ATK വിട്ടെങ്കിൽ പോലും ISLലെ മറ്റു ക്ലബ്ബുകൾ കോച്ചിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പുതിയ അപ്ഡേറ്റിലൂടെ പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഏത് ISL ടീമാണ് കോച്ചിനെ സമീപിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാനും സാധിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് തന്നെ കരുതാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങിനെ പറ്റി തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങിനെ പറ്റി പല റൂമറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വീണ്ടും ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു വമ്പൻ സ്ട്രൈക്കറിനെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. റീഗൻ ചാൾസ് കുക്ക് എന്ന് പറയുന്ന 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വമ്പൻ താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്നും താരം മികച്ച പ്രകടനം നിലവിൽ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ സമീപിച്ചതായിട്ടുമാണ് നമുക്ക് റൂമർ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് റൂമർ മാത്രമായിട്ട് കണ്ടാൽ മാത്രം മതിയാകും. എന്തായാലും സൈനിങ് കംപ്ലീറ്റ് ആയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.